തൃത്താല അസംബ്ലി മണ്ഡലത്തിൽ ഉൾപ്പെട്ട പരതൂർ പഞ്ചായത്തിൽ പുതുതായി നിർമ്മിക്കുന്ന സുശീലപ്പടി റെയിൽവേ മേൽപ്പാലത്തിന്റെ പദ്ധതി പ്രദേശം നിർവഹണ ഏജൻസിയായ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസമാണ് പദ്ധതിക്ക് റെയിൽവേയുടെ അനുമതി ലഭിച്ചത്. ഇതേ തുടർന്ന് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ ഭാഗമായാണ് സന്ദർശനം. തുടർന്ന് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ഭൂമി ഏറ്റെടുക്കേണ്ട സ്ഥലമുടമകളുടെ വിവരശേഖരണം നടത്തി. സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്ന ഭൂവുടമകളുടെ വിവരങ്ങൾ ശേഖരിച്ച് അവരെ ഉൾപ്പെടുത്തി യോഗം ചേരുന്നതിന് മന്ത്രി എം ബി രാജേഷ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് സന്ദർശനം. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 23 പേരിൽ നിന്നായി 2.5 ഏക്കർ ഭൂമിയാണ് അക്വയർ ചെയ്യേണ്ടി വരിക. വിവരശേഖരണം പൂർത്തിയായതായും ഉടൻ തന്നെ മന്ത്രിയുടെ സമയമനുസരിച്ച് ഭൂവുടമകളെ അറിയിച്ച് യോഗം വിളിച്ചു ചേർക്കുമെന്നും RBDCK ഡെപ്യൂട്ടി ഡയറക്ടർ സാബു കെ ഐസക് പറഞ്ഞു. 414 മീറ്റർ അപ്രോച്ച് റോഡാണ് വേണ്ടിവരിക. 4.5 മീറ്റർ വീതിയിൽ സർവീസ് റോഡ് ഉണ്ടാകും. അതുമായിട്ട് ബന്ധപ്പെട്ട ലാൻഡ് അക്വിസിഷൻ നടപടികൾ, അതായത് ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ ഉൾപ്പെട്ടു വരുന്ന ആളുകളുടെ ഒരു യോഗം വിളിക്കുന്നതിലേക്ക്, അതിൻ്റെ ആവശ്യമായുള്ള പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. RBDCKയുടെ പ്രോജക്റ്റ് എഞ്ചിനീയറുണ്ട്, ഡെപ്യൂട്ടി തഹസിൽദാറുണ്ട്, ഞാൻ ഇതിൻ്റെ ഡെപ്യൂട്ടി കളക്ടറാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യോഗം വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നോട് വന്നിട്ടുള്ളത്. നമ്മളതിൻ്റെ വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് ഉടൻ യോഗം വിളിക്കും. RBDCK ഡെപ്യൂട്ടി തഹസിൽദാർ KP മധു, RBDCK പ്രോജക്റ്റ് എഞ്ചിനീയർ ഗിവർഗീസ് ബെന്നി, മന്ത്രി MB രാജേഷിൻ്റെ പ്രതിനിധി VB സുബ്രഹ്മണ്യൻ എന്നിവരാണ് പദ്ധതി പ്രദേശം സന്ദർശിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ, CPIM ലോക്കൽ സെക്രട്ടറിമാരായ KC അലി ഇക്ബാൽ, PK ചെല്ലുകുട്ടി, പഞ്ചായത്ത് അംഗങ്ങളായ EP ശിവശങ്കരൻ, T ശാന്തകുമാരി, P ശ്രീനിവാസൻ, MB ഉമ്മർ, MB ഹസൻ എന്നിവരും ഉദ്യോഗസ്ഥ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. സ്ഥലമെടുപ്പിന്റെ വിവരശേഖരണം പൂർത്തിയായതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ സ്ഥലമുടമകളുടെ യോഗം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേരും. തുടർന്ന് അക്വയർ ചെയ്യേണ്ട സ്ഥലം മാർക്ക് ചെയ്ത് കുറ്റിയടിക്കും. തുടർന്ന് ടെൻഡർ നടപടികളിലേക്ക് പോകും. കിഫ്ബിയിലൂടെ 32.91 കോടി രൂപയാണ് പാലം നിർമ്മാണത്തിനായി സർക്കാർ വകയിരുത്തിയിട്ടുള്ളത്. 2021 സെപ്റ്റംബറിലാണ് മേൽപ്പാലം നിർമ്മാണത്തിന് സർക്കാർ ഉത്തരവാകുന്നത്. NCV ന്യൂസ്, തൃത്താല. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.